ഹലോ, എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കണ്ടോ കാണിക്കുന്നത്. അങ്ങനെ ഇതാ മോനും ഉപ്പയൊക്കെ പെരുന്നാൾ നിസ്കാരത്തിന് പോവാണ്. അങ്ങനെ ഉപ്പ എന്തായാലും പോയി, മോന് ഫ്രണ്ട്സുകളുടെ കൂടാണല്ലോ. ഇത് എപ്പോഴും പതിവാണ് ഞാൻ കാണിക്കുന്നത്. കഴിഞ്ഞ ചെറിയ പെരുന്നാളിലും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതാ മോനും ഫ്രണ്ട്സുകളുടെ കാലത്ത് നിന്ന് അങ്ങനെ പോവാണ്. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് കേട്ടോ. അപ്പോൾ അത് പൊങ്ങി വന്നിട്ട് പുറത്തേക്കൊക്കെ കളഞ്ഞ് വന്നിരിക്കണ്. അപ്പോൾ ഇന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ സമൂസയാണ് സ്നാക്സിന് ഉണ്ടാക്കുന്നത്. കൂടുതലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം വെറുതെ ആണ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇവർ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാൻ ഓവറായിട്ടൊന്നും സ്നാക്സായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഒരു സമൂസ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മധുരമൊക്കെ ആയിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പം പ്രാവശ്യം അതൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ചെറിയ രീതിയിലൊക്കെയാണ്. അങ്ങനെ നമ്മളിതാ ചായ കുടിച്ചു. പിന്നെ ഞാൻ മൈലാഞ്ചി ഇന്നലേക്ക് ഇടാൻ പറ്റിയില്ല, പെരുന്നാരാവിന് ഇടാൻ പറ്റില്ല. അപ്പോൾ മോൾക്ക് കൈയൊക്കെ കാണിച്ചു കൊടുത്ത് അവളതായ രീതിയിലൊക്കെ ഇങ്ങനെ ഇട്ട് തരാണ്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വരാനൊക്കെ തുടങ്ങി കേട്ടോ വീട്ടിലേക്ക്. പെങ്ങളെ ഹസ്ബൻഡും മക്കളും പിന്നെ എൻ്റെ ബ്രദറും മക്കൾ, പിന്നെ അങ്ങനെയൊക്കെ ഓരോരുത്തർ വരാണ്. അങ്ങനെ ഇവർ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ വിചാരം ഞാൻ വീഡിയോ അല്ല ഇതിൽ യൂട്യൂബിലേക്കല്ല വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ കാക്ക വന്നീനു, കാക്കി മക്കളൊക്കെ വന്ന് ഒരുപാട് തന്നെ ട്രോളിയിട്ടൊക്കെയാണ് പോയത് കേട്ടോ. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിനെ ഇങ്ങനെ എടുക്കണതിനൊക്കെ പറ്റി ഞാൻ വീഡിയോ എടുക്കണതിനെ പറ്റിയിട്ടൊക്കെ കളിയാക്കിയിട്ടൊക്കെ പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് മറ്റാൾ. എന്നെ കളിയാക്കി കൊന്നു എന്നൊക്കെ പറയാം. അങ്ങനെ അവർ ഇതാ ചായയൊക്കെ കുടിച്ചു, വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ചെറിയ തോതിലൊക്കെ പെരുന്നാൾ പൈസ ഒക്കെ കൊടുത്തിക്കണം മക്കൾക്ക്. അപ്പോൾ എൻ്റെ മോളും കയ്യാട്ടി നിൽക്കുന്നുണ്ട്, എനിക്കും തരി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ പിന്നെ എൻ്റെ മൂന്നാമത്തെ കാര്യം വന്ന് മോളും ആയിഷിനെ അറിയാമല്ലോ. പിന്നെ ഈ നായി നിങ്ങൾ കണ്ടോ, അതൊരു വലിയൊരു കുപ്പിയിൽ തല ഇട്ടതാണ് കേട്ടോ. 8 ദിവസമായി, വിശ്വസിക്കുമോയെന്ന് അറിയില്ല നിങ്ങൾ. അതിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് അതിങ്ങനെ നടക്കണം. അതിനെ കാണുമ്പോഴേക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമമാണ് പാവം. പിന്നെ ഇതാ നമ്മൾ മന്തിയാണ് ഇന്ന് ലഞ്ചിനുള്ളത്. ഇന്നത്തെ പെരുന്നാൾ ഫുഡ് നമ്മൾ മന്തിയാക്കി. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മളിതാ മക്കൾ മാറ്റിയിട്ട് ഉമ്മൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ്. അവിടെ പോകുമ്പോൾ ഇതാ ഫോട്ടോഷൂട്ട്. എൻ്റെ ഇവർ ഫോട്ടോ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ വീഡിയോ അങ്ങനെയൊക്കെ ഓരോന്നാണ്. അങ്ങനെ പല പോസ്റ്റിങ്ങിലും എടുക്കുന്നുണ്ട്. മക്കൾക്ക് എടുത്തു കൊടുക്കുകയാണ് ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മോള് ഉപ്പൊക്കെ എടുത്തു കൊടുക്കുന്ന ഫോട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോഷൂട്ട് തന്നെ. എടുത്തു അവിടെ നിന്നാലും ഓരോന്ന് അങ്ങനെ ഇതാ വേഗം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഉമ്മൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ, അങ്ങോട്ടേക്കൊന്ന് പോവാണ് കേട്ടോ. അവിടെ പോയപ്പോൾ ഇക്കാക്കൻ്റെ മൂത്തക്കാക്കിയും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മോളെ കണ്ടപ്പോൾ അവിടെ നിന്നും ഫോട്ടോഷൂട്ട്. പിന്നെ എൻ്റെ അവിടെ ആയിഷിൻ്റെ ഉപ്പ അതാ ബ്രാൻഡ് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബില്ലൊക്കെ കാണിച്ചിട്ട് ഇത്ര വിലയൊക്കെ ഉണ്ട് ഈ ഷർട്ടിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് ഇട്ട ബനിയൻ വരെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ആൾ. ഇതൊക്കെയാണ് ഞാൻ എടുത്തത് ഈ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ മാറ്റിയിട്ട് ഇതാ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഓരോ ഫാമിലി ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഉമ്മനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.